ആലപ്പുഴ ഇഴപുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ കീഴ്ശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പോറ്റി പിടിയിൽ. എറണാകുളത്ത് നിന്നാണ് പിടിയിലായത്. കിരീടം ഉൾപ്പെടെ 20 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. വിശദാംശങ്ങളുമായി നിഷാദ് ദിലീപ് ചേരുകയാണ്. നിഷാദ്, തിരുവാഭരണം മോഷ്ടിച്ച പ്രതിയാണിപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു പോലീസിന്റെ നടപടി? മറ്റ് വിവരങ്ങൾ കൂടി. KP ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കീഴ്ശാന്തി പിടിയിലായത്. ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങളാണ് വിഷുവിന്റെ പിറ്റേ ദിവസം മോഷണം പോയത്. ഈ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നതനുസരിച്ച് അവിടുത്തെ മേൽശാന്തി കുറച്ച് ദിവസങ്ങളായി അവധിയിലായിരുന്നു. വിഷുവിന്റെ അന്ന് കണി കാണാനായി ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്താൻ ഈ തിരുവാഭരണവും കിരീടവും മാലയും ഒക്കെ ക്ഷേത്രം ഭാരവാഹികൾ കീഴ്ശാന്തിയായ കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പോറ്റിക്ക് നൽകി. രാവിലെ രാമചന്ദ്രൻ പോറ്റി ഈ ആഭരണങ്ങളൊക്കെ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്നു. പിന്നീട് ഈ സ്വർണം തിരിച്ചു ചോദിച്ചപ്പോൾ സ്വർണം തിരിച്ചു ചോദിച്ച സമയത്ത് രാമചന്ദ്രൻ പോറ്റി പറഞ്ഞത് തരാം എന്ന് പറയുകയും പിന്നീട് പലതവണ ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടും ഈ ആഭരണങ്ങൾ നൽകിയില്ല. പിന്നീട് കുറച്ചു സമയം ഈ ക്ഷേത്രം ഭാരവാഹികൾ കുറച്ചു സമയം കഴിഞ്ഞ് ക്ഷേത്രം പരിശോധിച്ച സമയത്ത് രാമചന്ദ്രൻ പോറ്റിയെയും അവിടെ കാണാനില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു. തിരുവാഭരണങ്ങളും ഒപ്പം തന്നെ കീഴ്ശാന്തിയെയും കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് അരൂർ പോലീസിൽ ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകി. തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു. പിന്നീട് ഇന്ന് മോഷ്ടിച്ച സ്വർണം തേവരയിലെ ഫെഡറൽ ബാങ്കിൽ പണയം വെച്ച രീതിയിലാണ് കണ്ടെടുത്തത്. എറണാകുളത്ത് നിന്നാണ് ഈ രാമചന്ദ്രൻ പോറ്റി പിടിയിലായത്. കിരീടം ഉൾപ്പെടെ 20 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ, ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുന്ന കിരീടം ഉണ്ടായിരുന്നു, വലിയ മാലകൾ ഉണ്ടായിരുന്നു, നെക്ലേസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അടക്കമാണ് 20 പവന്റെ സ്വർണവുമായി രാമചന്ദ്രൻ പോറ്റി കടന്നു കളഞ്ഞത്. എന്തായാലും ഇന്ന് ഇയാളെ പിടികൂടിയിട്ടുണ്ട്. ഈ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ തേവരയിലെ ഫെഡറൽ ബാങ്കിൽ പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. KP. ശരി, നിഷാദ് ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.